കാരണം അത് അവൻ വിശ്വസ്തനാണ്. കർത്താവേ, അങ്ങയുടെ ഉള്ളതിനാൽ ഞങ്ങൾ അവരെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ വന്നിരിക്കുന്നു, ഭാരങ്ങളാൽ വന്നിരിക്കുന്നു, രോഗങ്ങളാൽ വന്നിരിക്കുന്നു, അസുഖങ്ങളാൽ അത് കർത്താവെ ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ട്. ഞങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങളുണ്ട് കർത്താവെ. ദൈവമേ കർത്താവെ, ഇവിടെ ഒരു വിടുതലായിട്ട് അവർ കടന്നു വന്നിരിക്കുന്നതിനായിട്ട് കർത്താവെ അവരുടെ സ്തുതിക്കുന്നു. അപ്പ അവിടുത്തെ ആരാധിക്കുന്നു. അങ്ങ് മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ, കുഞ്ഞുമക്കളും എല്ലാവരും ശ്രദ്ധിച്ച് അതെ കർത്താവിലേക്ക് തന്നെ കർത്താവെ കണ്ണുകൾ ഉയർത്തി കർത്താവിനെ തന്നെ നോക്കി നമ്മുടെ ഹൃദയം കൊണ്ട് അവിടത്തേക്കൊന്ന് സമർപ്പിക്കാമോ? അതെ, കർത്താവ് വരും, നമ്മുടെ ഹൃദയത്തിൽ വരും. അവൻ മഹത്വം എടുക്കും. നമ്മുടെ ജീവിതത്തിന് വിടുതലായി അനുഗ്രഹമായിട്ട് അവൻ വരും. നമ്മുടെ ജീവിതത്തിന് നാദാവായിട്ട് കർത്താവായിട്ട് അവൻ വരും. നമ്മളൊന്ന് വിളിച്ചാൽ മതി. നമ്മുടെ വാതിൽ നമ്മൾ തുറന്നു കൊടുത്താൽ മതി. നമ്മുടെ മനസ്സൊന്ന് അവനെ തുറന്നു കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് ആരാധിച്ച് ഒന്ന് കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിലേക്ക് ഹൃദയം അവന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാമോ? നമ്മുടെ ആത്മാവ് അതേ കർത്താവെ, ഞങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധ ആത്മാവ് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതെ, അവൻ വരുമ്പോൾ നമ്മളെ എല്ലാം പഠിപ്പിക്കുമെന്ന് വചനം പറയുന്നു. അതെ കർത്താവെ, ഞങ്ങൾക്ക് ജ്ഞാനമില്ലപ്പ, കർത്താവിനെ പറ്റി അറിവില്ല ദൈവമേ. എങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് അതേ കർത്താവെ ആ മറ നീക്കിയാൽ മാത്രമേ ഞങ്ങൾ അവിടുത്തെ കാണുകയുള്ളൂ. സത്യദൈവത്തെ ഒന്ന് കാണുവാൻ, സത്യദൈവത്തെ ഒന്ന് അറിയുവാൻ, അവനെ ഒന്ന് രുചിച്ചറിയുവാൻ. അതേ കർത്താവ് എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് സീ ഹൗ ദ ലോർഡ് ഈസ് ഗുഡ്. അവനെ ഒന്ന് രുചിച്ചറിയുവാൻ, അങ്ങയെ ഒന്ന് രുചിച്ചറിയുവാൻ കർത്താവ് ദൂരെ നിന്ന് അങ്ങയെ കാണുകയില്ല. അതേ കർത്താവെ, അവിടുത്തെ പക്കലേക്ക് വന്ന് അങ്ങ് എത്ര നല്ലവനാണെന്നൊന്ന് രുചിച്ചറിയുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ ദൈവം മഹത്വം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അപ്പച്ച, അവിടുത്തെ വലിയ പരിശുദ്ധമായ ശക്തി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന കർത്താവേ, അങ്ങേ മക്കളുണ്ടല്ലോ അപ്പച്ച കർത്താവേ, അവിടെ സൗഖ്യമായി അങ്ങ് കടന്നു വരണമേ. ഇവിടെ സാക്ഷ്യങ്ങൾ ഉയരുവാൻ അപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ ഇവിടെ ഈ ചെറിയ കൂട്ടായ്മയിൽ ഉണ്ടാകുവാനായിട്ട് അപ്പ അങ്ങ് കടന്നു വരണമേ. അത് ഞങ്ങളുടെ ഒരു മെച്ചമല്ലപ്പ, ഞങ്ങളുടെ ഒരു കഴിവല്ലപ്പ. എന്റെ ദൈവമേ, അവിടുത്തെ മഹത്വം ഇവിടെ വെളിപ്പെടുവാനായിട്ട് അങ്ങ് ഇവിടെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ വല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ സർവത്തിനും മതിയായ ദൈവമാണ്. അതേ കർത്താവേ, അതെ അതെ കാറ്റും കടലും ആ ഒരു വലിയ ഒരു തിരമാലകൾ കർത്താവ് വന്നപ്പോൾ അതെ ശാന്തമാകുക എന്ന ഒരു വാക്കിൽ അവനെ അനുസരിച്ച് അതെ കാറ്റ് അവനെ അനുസരിച്ചു, കടൽ അവനെ അനുസരിച്ചു. ശിഷ്യന്മാരിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇവൻ ആരാണ്? അതെ, അവൻ ദൈവമാണ്. അതെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കാറ്റും കടലും എല്ലാ ശക്തികളും അവനെ അനുസരിക്കുന്നുവെങ്കിൽ അവൻ അതിശക്തനായ അതിഭയങ്കരനായ ദൈവമാണ്. അതെ, ആ അപ്പൻ അതെ നമ്മളെ അവന്റെ അടുപ്പിലേക്ക് മാറുമായി വിളിക്കുന്നു. അതെ, ആ അപ്പൻ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ അപ്പന്റെ വിളി ഒന്ന് കേൾക്കുവാനായിട്ട് നമുക്ക് ചെവിയൊന്ന് തുറന്നു കൊടുക്കാം. അതെ അപ്പ, എന്റെ ദൈവമേ, ഞങ്ങൾ അവനെ ആരാധിക്കുന്നു. കർത്താവേ, അവൻ നല്ലവനാണ്, അവൻ വല്ലവനാണ്. അതെ, യേശു എത്ര നല്ലവനാണ്, യേശു എത്ര വല്ലവനാണ്.